ഹായ് ഫ്രണ്ട്സ്, ഞാൻ സൈദ അബ്ദുൽ സലാം. ഞാൻ എൻ്റെ വഴുതനങ്ങമാരെ ഇപ്പോൾ കാണിക്കാൻ പോവാണ്. ഇത് ഇപ്പോഴും നല്ല കായ്കളാണ് കേട്ടോ, നല്ല രസമാണ് സംഭവം. ഇപ്പോൾ വീണ്ടും ഉണ്ടായതാണ് ഇതൊക്കെ. പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നോ? ഇതേ നന്നായിട്ട് ഉഷാറായി നിൽക്കുന്നുണ്ട് വഴുതനങ്ങ തൈ. ഞാൻ കാണിക്കാം. അന്നത്തെ കായ്കളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും കായ്ച്ചതാണ് ഇതൊക്കെ. എന്താ അന്നത്തെ എൻ്റെ വഴുതനങ്ങ വീഡിയോക്ക് നല്ല അഭിപ്രായങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു, നല്ല കമൻസൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. കണ്ട ഇതിങ്ങനെ പഴുത്ത ഒരു മഞ്ഞ കളറായിട്ട് വരുന്നുണ്ട്. പിന്നെ ഇതെൻ്റെ ചെമ്പരത്തി മരമാണ് കേട്ടോ. ഞാനിത് ശരിക്കും 2 കൊമ്പ് കൊണ്ടുവന്ന് വെച്ചതായിരുന്നു. എന്തിനാണെന്നറിയാം, വർഷങ്ങൾക്ക് മുമ്പായിരുന്നു. ഒന്നപ്പോൾ ഒരു കുറച്ച് കാലമൊക്കെ പിടിച്ചു കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ അങ്ങോട്ട് പോയി, ഉണങ്ങിപ്പോയി. അപ്പം ഇത് ശരിക്കും ഞാൻ ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് അങ്ങനെ പറഞ്ഞു കേട്ടിട്ട് കൊണ്ടുവന്ന് വെച്ചായിരുന്നു. എൻ്റെ ഉപ്പ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ വേറെ ഒരാളും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഉപ്പ പറഞ്ഞത്, ഇപ്പോൾ പണ്ട് ഗൾഫിലായിരുന്ന സമയത്ത് അവിടെ ഒരു തമിഴൻ അങ്ങനെ എന്തോ ആണ് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. 40 ദിവസം തുടർച്ചയായിട്ട് ഓരോ ചെമ്പരത്തി പൂവ് വെള്ളത്തിലിട്ടിട്ട്, വൈകുന്നേരം വെള്ളത്തിലിട്ടിട്ട് രാവിലെ അത് വെറും വയറ്റിൽ ഒരു ഗ്ലാസ് വെള്ളത്തിലിട്ട് വെക്കുക. എന്നിട്ട് രാത്രി ഒരു ഗ്ലാസ് വെള്ളത്തിലിട്ട് വെക്കുക വൈകുന്നേരം. എന്നിട്ട് രാവിലെ ആ ഒരു ഗ്ലാസ്സിലെ വെള്ളം ഈ ചെമ്പരത്തി പൂവും കൂടെ ചവച്ചരച്ച് കഴിക്കുക. അങ്ങനെ 40 ദിവസം തുടർച്ചയായിട്ട് ചെയ്യാം. അപ്പോൾ അങ്ങനെ 40 ദിവസം തുടർച്ചയായിട്ട് ചെയ്ത് കഴിഞ്ഞ് പ്രഗ്നൻ്റ് ആവും എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു നാട്ടുവൈദ്യം പോലത്തെ ഒരു സംഭവമാണ്. ചിലർക്കൊക്കെ അങ്ങനെ കുറേ പേർക്ക് അങ്ങനെ ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഒരു 7 ദിവസത്തെ സംഭവം വേറെ എന്തോ ഇതുപോലെ വെള്ളത്തിലിട്ടിട്ട് അരച്ച് വെച്ചിട്ട് കഴിക്കുക, അങ്ങനെ എന്തോ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിങ്ങനെ 40 ദിവസം തുടർച്ചയായിട്ട് ചെമ്പരത്തി കഴിച്ചു കഴിഞ്ഞാൽ പ്രഗ്നൻ്റ് ആവും എന്നൊക്കെയാണ് ഒരു വിശ്വാസം എന്നല്ല, കുറേ പേർക്ക് അങ്ങനെ ശരിയായിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെ അതിനുവേണ്ടി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ആണത്. പിന്നെ അതേപോലെ ഇവിടെ ഉണ്ടായിരുന്നു പണ്ട് ഒരുപാട് ചെടികളൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് 6 നാത്തൂന്മാരല്ലേ, അപ്പം അവരിവിടെ കുറേ ചെടികൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പെണ്ണുങ്ങളുടെ വീട്ടിലല്ല അധികം ചെടികളൊക്കെ ഉണ്ടാവുക, പെൺകുട്ടികളുടെ വീട്ടിൽ ഒരുപാടുണ്ടായി. പിന്നെ ഓരോരുത്തരായി കല്യാണം കഴിഞ്ഞ് പോയി അങ്ങനെ. അപ്പം അതിനനുസരിച്ച് ചെടിയും കുറഞ്ഞു വന്നു. പിന്നെ ഞാൻ വന്നതിന് ശേഷമാണ് കുറച്ചും കൂടി ഇപ്പം കാണുന്ന രീതിയിലൊക്കെ ഉള്ളത്. അപ്പം അന്ന് പല കളർ ചെമ്പരത്തികളും മൊസാണ്ടയും ചെമ്പകം ഉണ്ടായിരുന്നു. ചെമ്പകം മരം ഉണങ്ങിപ്പോയി ഒരു വേനലിന്. അപ്പം അങ്ങനെ പച്ച ചെമ്പകം ഉണ്ടായിരുന്നു, മഞ്ഞ ചെമ്പകം ഉണ്ടായിരുന്നു. ഞാൻ ഇവിടുന്ന് വന്നിട്ട് ഞാൻ PGDC ഒക്കെ പഠിക്കാൻ പോയത് 1 വർഷം. ആ സമയത്തൊക്കെ ഇങ്ങനെ ചെമ്പകമൊക്കെ തലയിൽ ചൂടിയാണ് പോയിരുന്നത്. സൈഡിൽ ഇങ്ങനെ നമ്മളെ ഷീലേനൊക്കെ പോലെ ഇങ്ങനെ വെക്കുമായിരുന്നു. ആ ചെടികളൊക്കെ കുറേ പോയി ഇച്ചിരി മുന്നിലുണ്ട്, ഫ്രണ്ടിലുണ്ട്, അത്രയാണ് പേരിന്. പിന്നെ ചെമ്പരത്തി കൊണ്ട് 7 ദിവസം വേറെന്തോ ഒരു സംഭവം ഉണ്ട്. 7 ദിവസം ഇതുപോലെ വെള്ളത്തിലിട്ട് അരച്ചിട്ട് കഴിക്കാനെന്തോ, ഞാൻ മറന്നുപോയി സംഭവം എന്തായിരുന്നു എന്നുള്ളത് നിങ്ങളോട് പറയാനായിട്ട്. പിന്നെ എന്താണ്, ഇപ്പം എല്ലാവരും എൻ്റെ സൈദാസ് വേൾഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, എല്ലാവരും മറക്കരുത്. പിന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എഴുതി അറിയിക്കുക. ഓക്കെ.